ഈ 12, 13, 14 കഴിച്ചു. 18 ഒന്നും കഴിക്കാൻ പറ്റി. ബിരിയാണി ബിരിയാണി സൂപ്പർ. ചമ്മന്തി വരെ നാരങ്ങ അച്ചാർ, ഇളനീർ പായസം. ഞാൻ ജിലേബി ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ കോരി കരിക്ക് ഇളനീർ പായസം ഇങ്ങനെ കോരി കുടിച്ചു. തുഫായില്ല കഴിച്ചില്ല. ആകെ നമ്മുടെ ഇത്തിരി എരിവ് കൂടി ഇതിന് മാത്രം, സൂപ്പിന് മാത്രം. ഞാൻ വെജിറ്റബിൾ സൂപ്പാ, മത്തൻ സൂപ്പാണ്. മത്തൻ പംകിൻ, അത് നൈസാണ്. എനിക്ക് തോന്നുന്നു എപ്പോഴും അതിനകത്ത് പെപ്പർ ഇട്ട് കഴിക്കുന്നതാണ് നല്ലത് സൂപ്പിന്. മത്തൻ ആയുർവേദിക്കാണ്, മെഡിസിൻ. ഫില്ലിങ്ങും ആയില്ല, എന്നാൽ വി ഫില്ലിങ് അല്ലേ? ഒരു ഫില്ലിങ് എക്സ്പീരിയൻസ് ആയില്ല, ബട്ട് വി വെർ ഓൾ ഫില്ലിങ്. സുജു ഒക്കെ 3 പ്രാവശ്യം കഴിച്ചു. നൈസ്. ഫുഡ് പാനി അധികം വന്നു. അങ്ങനെ വേണം. അല്ല എനിക്ക് മറ്റേതാണ്. ഒരു 100 പേർക്ക് വന്നിട്ട് ഫുഡ് ഇല്ല എന്ന് പറഞ്ഞ് അയക്കണം. അതാ എനിക്കിഷ്ടം. ഫുഡിന്റെ വില നമ്മൾ അറിയണം. അല്ല, അത് ശരി. ഒരു അരിമണി വേസ്റ്റ് ആവാൻ പാടില്ല. പക്ഷെ വരുന്നവർക്ക് നമ്മൾ കൊടുത്തില്ല എന്ന് പറയുമ്പോഴേ ഒരു കുഴപ്പമില്ല, അവര് സഹിക്കും. അല്ല ശരിയാ, നമ്മൾ ലേറ്റ് ആയി, അല്ലെങ്കിൽ ആ ഫുഡ് കണ്ടോ കളഞ്ഞില്ല, അതാണ് വേണ്ടത്. പഴയ കോൺസെപ്റ്റ് ഒക്കെ പോയി. ആതിഥേയ മര്യാദ എന്ന് പറയുന്നതിൽ പഴയ കോൺസെപ്റ്റ് ഇല്ല ഇപ്പൊ വി ഷുഡ് നോട്ട് വേസ്റ്റ് ഫുഡ്. നമ്മളൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പണിയെടുക്കുന്ന രാജ്യം. നമ്മൾ കാണേണ്ടത് സൊമാലിയ, ആഫ്രിക്കയിലെ ഒട്ടുമിക്ക പിന്നോക്ക രാജ്യങ്ങൾ, പിന്നോക്ക പ്രദേശങ്ങൾ, അവിടുത്തെ കുഞ്ഞുങ്ങളുടെ അനീമിക്കായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ചന്ത പറയണം. അപ്പം നമ്മളിവിടെ കയ്യിലിങ്ങനെ കൈ അവസാനം ഞാൻ ചെയ്യുന്ന കണ്ടിട്ടില്ല, കയ്യിൽ പോലും ഒരു അരിമണി കളയുന്നു. അതൊക്കെ ഒരു ശീലമാണ്. പുതുതലമുറയ്ക്ക് ഇല്ലാത്ത ശീലം. ഗുരുവായൂരും ഒരു 200 മീൽ അധികം എനിക്ക് തോന്നുന്നു എവിടെ കൊടുത്തു. അല്ല, ഇതെല്ലാം ഞാൻ തികയില്ല എന്ന് പറഞ്ഞ് ഫുഡ് ഇല്ലാതെ ഒരു 200-500 പേരെ അയക്കണം എന്ന് പറഞ്ഞ് ചെയ്ത്. പക്ഷെ അവര് പേടിച്ചു പോയി. അവരിതിൽ കൂടുതൽ ചെയ്തു. ഞാൻ 1500 പറഞ്ഞെങ്കിലും അവര് 2000 ചെയ്തു. എന്റെ കാൽക്കുലേഷൻ കറക്റ്റായിരുന്നു. ഇവിടെയും അത് മതിയായിരുന്നു. ആദ്യത്തെ ഉടനെ തന്നെ ഒരു 250 എക്സ്ട്രാ സതീഷ് വിളിച്ചു. അപ്പം ഞാൻ പേടിച്ചു. ഞാൻ പറഞ്ഞാൽ ശരി, അത് ആ 200 എക്സ്ട്രാ, 200 ഫുഡ് നല്ലതാണ്ട് എല്ലാവരും കഴിച്ചു.